എന്താണ് ചിരിക്കുന്നേ? അയ്യോ, ഇത് പഴയ ആഹാരം വല്ലതാണോ? അല്ലല്ല, ഞാൻ ഇത് വേറെ കാര്യം ആലോചിച്ചു. അത് ശരി. എന്നാ പിന്നെ എന്തിനാടാ ഒരാൾ കഴിച്ചോണ്ടിരിക്കുമ്പോ ഇങ്ങനെ നോക്കി കിണിച്ചോണ്ടിരിക്കുന്നേ? അല്ലല്ല, ഞാൻ എന്നെ പറ്റി തന്നെ ഓർത്ത അഭിമാനം കൊണ്ട് ചിരിച്ചാണ് വെച്ചാൽ. അയ്യോ, ഓ, എന്നെ പറ്റി അങ്ങനെ കൊണ്ട് അഭിമാനിക്കാൻ എന്തുവാ നീ ചെയ്തത്? അല്ല ആ, കൊച്ചമ്മ, ചന്ദ്രഹാസൻ കമ്പനിയിൽ എത്ര ജോലിക്കാരുണ്ടാവും? ചന്ദ്രഹാസൻ കമ്പനിയില് ഒരു 100-150 പേര് കാണും. 200 വെച്ചോ. ആ, ഇത്രയും ജോലിക്കാരുള്ള ഒരു കമ്പനിയുടെ MD-ക്ക് ഒരു നേരത്തെ ആഹാരം കഴിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കണം. പെട്ടെന്ന് ആലോചന അതിനാണോ ചിരിച്ചേ? അഭിമാനം കൊണ്ട് പറ്റമ്മ, അഭിമാനം കൊണ്ട്. എന്നാലേ നിനക്ക് കുറച്ച് കൂടുതൽ അഭിമാനിക്കാനുള്ള ഒരു സംഗതി ഞാൻ പറയാം. പറഞ്ഞു. ഒരുപാടൊക്കെ അഭിമാനിച്ച് തുള്ളരുത്. ഇല്ല. അതായത് 100-150 പേര് ജോലി ചെയ്യുന്ന ഒരു കമ്പനിയാണ് ചന്ദ്രഹാസം എന്ന് പറയുന്ന പ്രസ്ഥാനം. അതെ, ഇപ്പൊ പറഞ്ഞല്ലോ അത്. പറഞ്ഞു. അതെ. അതിന്റെ MD ആയ ഞാൻ, അല്ലെങ്കിൽ അതിന്റെ ഉടമസ്ഥയായ ഞാൻ സുഹാസിനി, എനിക്ക് വേണമെങ്കിൽ എന്തെല്ലാം തരത്തിലുള്ള ആഹാരം ഉണ്ടാക്കാൻ ഏതൊക്കെ രാജ്യത്തു ഒരു കുക്കിനെ കൊണ്ടുവരാവിടെ. അപ്പോ അതൊന്നും കൊണ്ടുവരാതെ ഉപ്പ് ഏത് മുളക് ഏതെന്ന് അറിയാൻ വയ്യാതെ വായിക്ക് വെക്കുന്ന ഒരു സാധനം ഉണ്ടാക്കാൻ അറിയാൻ വയ്യാത്ത ഒരെണ്ണത്തിലെ കുക്കെന്നും പറഞ്ഞതിനകത്ത് നിർത്തിയിരിക്കുന്നു. അതിന്റെ ആ അഭിമാനത്തെ കുറിച്ച് എന്ത് പറയുന്നു? അത് വേണ്ട, അത് വേണ്ട. ആഹാരം കഴിക്കുമ്പോ സംസാരിച്ചുണ്ടോ? അയ്യോ, അതാണ് ഇത്ര നേരം മിണ്ടാതെ വായി കെട്ടി. അയ്യോ, മനസ്സിലായി. ഇത്രയൊക്കെ അഭിമാനിച്ചാ മതി. ആ, എന്താ പോലെ നേരത്തെ വന്നേ? മോഹം എല്ലാം കൂടെ വല്ലായിരിക്കുന്നത്? അല്ല, എന്തോ ഒരു വയ്യായിക പോലെ, ഒരു അസ്വസ്ഥത. ഇപ്പോഴത്തെ നിന്റെ വയ്യായിക എന്താന്ന് എനിക്കറിയാം. അതിനുള്ള കാരണക്കാര് നിന്റെ കൂടെ തന്നെ ഉണ്ട്. എന്താ? ഈ കുടുംബത്തിലൊരു സമാധാനവും ഒരു ശാന്തിയും ഒക്കെ വരണമെങ്കിലേ അനുസരണ എന്ന് പറയുന്നത് എല്ലാവർക്കും വേണം. നിനക്ക് നിന്റെ ഭാര്യയെ അനുസരണയോടുകൂടി നിർത്താൻ ഒക്കൂല്ലേ? അതിനുള്ള അതിനൊന്നും പ്രസവനെ പറ്റൂല. അത് ശരി. മുത്തോണ, കൂടുതൽ കളിയാക്കരുതേ. ഞാൻ കുടുംബത്തിൽ ഒരു പ്രശ്നം വരണമെന്ന് പറഞ്ഞാ ഒതുങ്ങി പോണത്, അല്ലാതെ എനിക്ക് വഴക്കുണ്ടാക്കാനും അടിയുണ്ടാക്കാനും അറിഞ്ഞുകൂടാത്തോണ്ടല്ല. ഞാൻ വിശ്വസിച്ച്. എടാ, കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാകാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം അത് പറ. ഭാര്യ ആയിരുന്നാലും ശരി, ആരായിരുന്നാലും ശരി, നമ്മുടെ വാക്കിനെ ധിക്കരിക്കുന്നവളെ വിളിച്ചിരുത്തി കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അങ്ങനെ അടക്കി ഒതുക്കി നിർത്താൻ നിനക്ക് പറ്റത്തില്ലേ? അവളോട് പറയണം. എന്തിനാ പേടിക്കുന്നേ? അല്ല, കൊച്ചമ്മ പറഞ്ഞത് അങ്ങോട്ട് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞുതരാം. ഇപ്പം കുക്കറിൽ നമ്മൾ ചോറ് വയ്ക്കുന്നു, മൺകലത്തിലും ചോറ് വയ്ക്കുന്നു. പക്ഷെ ടേസ്റ്റ് കൂടുതലും മൺകലത്തിൽ വെക്കുന്ന ചോറിനാണ്. അല്ല, അതും ഇതുമായിട്ട് എന്താ ബന്ധം? കൊച്ചമ്മക്ക് മനസ്സിലായില്ലേ? പറഞ്ഞുതരാം കൊച്ചമ്മ. മൺകലം കാണാൻ ലുക്കില്ല, പക്ഷെ മൺകലത്തിൽ വെക്കുന്ന ചോറിനാണ് ടേസ്റ്റ് കൂടുതൽ. അല്ല, അതും പ്രസവമായിട്ട് എന്താ ബന്ധം? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സാഹിത്യകാരനല്ലേ ഞാൻ, സാഹിത്യകാരന്റെ ഒരു പ്രഹേളികയായിട്ട് അങ്ങ് തീരുമാനിച്ചാൽ മതി. ഓ, അങ്ങനെ. മനസ്സിലായി. ലക്ഷ്മിയുടെ അത്രയും ലുക്കില്ലെങ്കിലും, ലുക്ക് ഇച്ചിരി കുറവാണെങ്കിലും, ഒരു സാധാരണക്കാരി പെങ്കൊച്ചാണെങ്കിൽ സ്നേഹമായിട്ട് അവര് ഒരു നേരത്തെ ആഹാരം വെച്ച് കൊടുക്കുമെന്ന്, അതല്ലേ നീ ഉദ്ദേശിച്ചത്? അങ്ങനെ ഒരു അർത്ഥം ഞാൻ ഈ പറയുമ്പോഴേ എല്ലോ അർത്ഥമാണ് എന്റെ ഇടയിൽ കയറി വരുന്നെന്നുള്ളതാണ് ഞാൻ ആലോചിച്ചത്. പോടാ അവിടുന്ന്. അപ്പൊ അങ്ങനെ ഒരു അർത്ഥം ഇല്ലേ? എന്നെ കൊണ്ട് വല്ലതും പറയിപ്പിക്കല്ലേ. ചുമ്മാ ഒരയ്ക്കാനായിട്ട് പുതിയ അർത്ഥങ്ങളും കണ്ടുപിടിച്ചോണ്ട് സാഹിത്യകാരൻ നിൽക്കാതെ നീ നിന്റെ ജോലി ചെയ്ത് പോയിട്ട്. ഒന്ന് വന്നാണ് ലക്ഷ്മിജി ഏതൊരു ഭീകരനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നത്. കൊച്ചമ്മ, ഇത് തീവ്രവാദിയാണ്. കൊച്ചമ്മകത്ത് കയറ്, കൊച്ചമ്മകത്ത് കയറ്. ഞാൻ മടലെടുക്കട്ട് അവന്റെ മണ്ണ അടിച്ച് ഞാൻ കയറും. എന്തോന്നടാ തീവ്രവാദി ആക്രമിക്കാൻ മടലും കൊണ്ടുപോകുന്നത്? അത് ഞാൻ എങ്ങനെയെങ്കിലും ആക്രമിച്ചോളാം. കൊച്ചമ്മ അകത്ത് കയറ്, പെട്ടെന്ന് അകത്ത് കയറ്. ഞാൻ നോക്കട്ടെ, അവസാനം ഞാൻ രക്ഷിച്ചില്ല എന്ന് മാത്രം പറയില്ല. പറഞ്ഞേ, തീവ്രവാദിയെ ഓടിക്കാൻ മടലും കൊണ്ടുപോകുന്നൊരുത്തൻ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.